ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴം നമുക്ക് കാണാൻ സാധിക്കും. യേശു ജെറുസലേം നഗരത്തെ നോക്കി സംസാരിക്കുന്നു. യേശുവിൻ്റെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലല്ല, മറിച്ച് കരുണയും ദുഃഖവുമാണ്. യേശുനാഥൻ ഒരു അമ്മയുടെ ഹൃദയത്തോടെ സംസാരിക്കുന്നു. അമ്മക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴെ സംരക്ഷിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായില്ല. യേശു ഒത്തിരി തവണ ജെറുസലേമിനോട് ക്ഷമയും സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരെ അയക്കുന്നു, വചനങ്ങൾ നൽകുന്നു, എന്നാൽ അവർ അത് കേൾക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം അവ കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്നു. അമ്മക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെയും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെയും ദൈവം തൻ്റെ ചിറകിൻ കീഴിലേക്ക് വിളിക്കുന്നുണ്ട്. മകനെ, മകളെ, എൻ്റെ ചിറകിൻ കീഴിലേക്ക് വരിക. നാം എത്ര ദൂരം അകന്നുപോയാലും നമുക്കായി ദൈവത്തിൻ്റെ കരങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മെ രക്ഷിക്കാനാണ്. കർത്താവായ യേശുവേ, നിന്റെ കരുണയോടെയുള്ള വിളി കേൾക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ജെറുസലേമിനെ പോലെ ഞാൻ പലപ്പോഴും നിന്നെ നിരസിച്ചിട്ടുണ്ട്. ഇന്ന് നിന്റെ ചിറകിന് കീഴിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നിന്റെ നെഞ്ചോട് ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.